ശബരിമല യുവതി പ്രവേശന വിധിയിലെ നാടകം ബി.ജെ.പിയുടെ പൊളിയുന്നു. അങ്ങനെ വേണം പറയാൻ. ബി.ജെ.പി നടത്തിയ തെരുവ് നാടകം അവരിൽ നിന്ന് തന്നെ പുറത്തു വരുന്നതിന്റെ യാഥാർത്ഥ്യമാണ് ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവിന്റെ ഒറ്റ പ്രസ്താവനയിലൂടെ പൊതുജനം മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അത് മാത്രമല്ല, ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനും ഞങ്ങൾ തയ്യാറാവുകയില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. എന്താണ് ഈ മറ്റു പല കാര്യങ്ങൾ? ഓർഡിനൻസ് കൊണ്ടുവരാൻ സാധിക്കുകയില്ല, അത് മാത്രമല്ല സുപ്രീം കോടതി വിധിയെ മറികടക്കുകയില്ല. അതിനപ്പുറം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. രാജ്യത്ത് ശബരിമല വിഷയം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരുന്നു. എന്നിട്ടിപ്പോൾ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നു ശബരിമല യുവതി പ്രവേശന വിധിയിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത്. ഇത് എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞില്ല? എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇതവർ പറയാൻ വേണ്ടി തയ്യാറായില്ല? അതിൻ്റെ പിന്നിലാണ് ഞങ്ങൾ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയമുള്ളത്. പച്ചയായി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ തെരുവിൽ കലാപം അഴിച്ചുവിട്ട് വിശ്വാസികളെ കൂടെ നിർത്താനുള്ള ബി.ജെ.പിയുടെ നാടകമായിരുന്നു, തെരുവ് നാടകമായിരുന്നു ശബരിമല യുവതി പ്രവേശന വിധിയിൽ കാണാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു കൂട്ടം വിശ്വാസികളെ സർക്കാരിനെതിരാക്കി ചിന്തിച്ചുകൊണ്ട് സർക്കാരാണ് അവിടെ യുവതികളെ പ്രവേശിപ്പിക്കുന്നതെന്ന് വരുത്തി കാണിക്കാനുള്ള ചില നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ബി.ജെ.പിയുടെ ഈ നാടകം നടന്നത്. എന്നാൽ സർക്കാരിനും ചില കയ്യബദ്ധങ്ങൾ ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുന്നു അവിടെ യുവതികളെ പ്രവേശിക്കുന്നത് തടയാൻ അല്ലെങ്കിൽ അതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് രാം മാധവ് പറയുകയാണ്. രാം മാധവ് എന്ന് പറയുമ്പോൾ RSSന്റെ ഭാഷയാണ് രാം മാധവ് പറയുന്നത് RSSന്റെ ഒരു വാക്കുകളാണ്, RSSന് പറയാനുള്ള വാക്കുകളാണ് പറയുന്നത്. പിന്നെ ആരിലാണ് ബി.ജെ.പി പ്രതീക്ഷ വെക്കുന്നുള്ളത്? എന്നാൽ UDF എടുത്ത നിലപാടാവട്ടെ, പ്രേമചന്ദ്രൻ കൊല്ലം MP പ്രേമചന്ദ്രൻ സ്വകാര്യ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് അത്യാവശ്യം പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരാവട്ടെ ഒന്നും ചെയ്തിട്ടില്ല. പറയാൻ വേണ്ടി പോലും ഒന്നും ചെയ്യാതെ ഇവര് കേരളത്തിലുടനീളം കലാപം അഴിച്ചുവിട്ടു. എത്ര നിരപരാധികളാണ് ആ കലാപത്തിലൂടെ വേട്ടയാടപ്പെട്ടത്? നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ വേട്ടയാടിയില്ലേ? മതത്തിന്റെ പേരിൽ നിങ്ങൾ ആക്രമിച്ചില്ലേ? പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് നേരെ ബോംബാക്രമണം നടത്തിയില്ലേ? നിരപരാധികളായിട്ടുള്ള ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചില്ലേ? കാസർഗോഡ് ഒരു പള്ളി ഇമാമിനെ അതിക്രൂരമായി വെട്ടിപ്പെരുക്കേൽപ്പിച്ചില്ലേ? അതിന്റെ പേരിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അപ്പോൾ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശബരിമലയെ മുന്നിൽ നിർത്തി ഒരു തെരുവ് നാടകം കളിക്കുക, ആ തെരുവ് നാടകത്തിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക. പക്ഷേ കേരളത്തിൽ അവർക്ക് വിജയിക്കാൻ വേണ്ടി സാധിച്ചത് വെറും 5-10% മാത്രമാണ്. വിജയിച്ചില്ല എന്നൊന്നും പറയില്ല. ഒരു 5-10% ആളുകൾ അവരുടെ നാടകത്തിന് മുന്നിൽ ബലിയാടായിപ്പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ നാടകങ്ങളിലൊക്കെ വിശ്വസിച്ചു പോയവർ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രാം മാധവിന്റെ പ്രസ്താവന ഒന്ന് മനസ്സറിഞ്ഞ് വിലയിരുത്തേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാൻ മറുപടി ഒന്നും കാണില്ല. കെ സുരേന്ദ്രനൊക്കെ എന്തൊരു കോപ്രായത്തരമായിരുന്നു ശബരിമലയിൽ കാണിച്ചു കൂട്ടിയത്. വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ബി.ജെ.പി എടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള രൂപമാണ് ദേശീയ ജനറൽ സെക്രട്ടറി രാം മാധവ് പുറത്തുവിട്ട ആ പ്രസ്താവന വ്യക്തമാക്കുന്നുള്ളത്. യാതൊരു സംശയമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Thank you.